ദൈവത്തിൻ്റെ ഓരോ പരിപാടിക്കകത്തും ദൈവത്തിന് പർപ്പസുണ്ട്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സകല മിറക്കിൾസിൻ്റെ പുറകിലും പദ്ധതികളുണ്ട്, ദൈവിക ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ 5 ഗണങ്ങൾ, 5 ഉദ്ദേശങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ആത്മാവിൽ ആരാധിച്ചു പോകുന്നത് സന്തോഷമാണെങ്കിലും നമ്മൾ പഠിച്ച് കുറച്ച് കാര്യങ്ങൾ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ശാന്തമായി ആ ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറയാം. ദൈവാത്മാവ് നമ്മളെ നിയോഗിക്കുന്നെങ്കിൽ നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. അതിനായി നിങ്ങൾ തയ്യാറായി ഇരിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഒന്നാമത്തെ ഉദ്ദേശം പഴയ നിയമ പ്രവചനങ്ങളുടെ നിവർത്തിയായിരുന്നു. ദൈവം അല്ലെങ്കിൽ യേശുവിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു എന്തിനാണ് ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്തത്? അതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം പഴയ നിയമ പ്രവചനങ്ങളുടെ നിവർത്തിയായിരുന്നു. യെശയ്യാ പ്രവചനം സ്തോത്രം 61-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചാട്ടെ. യെശയ്യാവ് 61-ന്റെ 1, 2, 3 വാക്യങ്ങൾ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്പോഴാ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? യേശു ദൈവാലയത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച ഭാഗമാണ്. കേട്ടിട്ടില്ലേ നിങ്ങളാരും? ഉണ്ടോ? സ്തോത്രം, വായിച്ചോ. എളിയവരോട് സദ്വർത്തമാനം ആഘോഷിക്കാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. ആരാ ഇത്? യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? പുത്രനായ യേശുവിനെ കുറിച്ചാണ്. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും പ്രവാചകർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ആ വാക്യം വരച്ചു വെച്ചു. അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും പേരാകും. ഇനി 35-ന്റെ 5-6 വാക്യങ്ങൾ. യെശയ്യാവ് 35-ന്റെ 5-6 വാക്യങ്ങൾ. നിങ്ങൾ ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടെ വേണം ഇന്ന് രാത്രി എൻ്റെ കൂടെ വരാൻ. സ്തോത്രം. നമ്മൾ അല്പസമയം ശാന്തമായ ദൈവവചനം ധ്യാനിക്കുക. 35-ന്റെ 5-6. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും. ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും. ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും. ഇതുപോലെ അനവധി പ്രവചനങ്ങൾ പുതിയ നിയമ അത്ഭുത അടയാളങ്ങളെ കുറിച്ച് യേശുക്രിസ്തുവിലൂടെ തുടർന്ന് സഭയിലൂടെ നടത്തപ്പെടാൻ പോകുന്ന അത്ഭുതങ്ങളെ കുറിച്ച് പഴയ നിയമ പ്രവചനങ്ങളുണ്ട്. 2 തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്നുള്ളൂ. ഒന്ന് യെശയ്യാവിലാണ് അതിൽ ഏറ്റവും കൂടുതൽ തെളിവുകൾ നമ്മൾ കാണുന്നത്. അതാണ് നമ്മളിവിടെ വായിച്ചത്. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പം സ്തോത്രം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്. നമ്മൾ ഇന്നലെ ആയിരിക്കും ചിലപ്പോൾ ഒരു ദൂത് കേട്ടത്, അല്ലയോ? സ്തോത്രം. കഴിഞ്ഞ വർഷമായിരിക്കും ചിലപ്പോൾ ഒരു ദൂത് കേട്ടത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അത് കഴിഞ്ഞ വർഷമല്ല ദൂത് ഉണ്ടായി വന്നത്. അത് നമ്മൾ ജനിക്കുന്നതിന് മുൻപ് നമ്മളെക്കുറിച്ച് ആ ദൂത് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ചിലപ്പോൾ ഇന്നാളെ തരുന്നൊരു ദൈവദാസൻ നമ്മുടെ തലയിൽ കൈവച്ച് അല്ലെങ്കിൽ നമ്മോടൊരു ദൂത് പറയും, ദൈവാലോചന പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് അന്നേരം അത് ദൈവാത്മാവ് വെളിപ്പെടുത്തിയതാണ്, അന്നേരമാണ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയതെങ്കിലും ദൈവത്തിൻ്റെ നിത്യതയുടെ നിർണയത്തിനകത്ത് ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം. നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള ഓരോ സ്റ്റെപ്പും ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജനനം പ്രവചിച്ച് ജനിച്ചതാ. അങ്ങനെ ആരെങ്കിലും ജനിച്ചവരുണ്ടോ? ഇല്ല. നമ്മളാരും പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനിച്ചതല്ല. യേശുവെന്ന സ്തോത്രം പുരുഷൻ പ്രവചിച്ച് ജനിച്ചതാണ്. യേശുവിൻ്റെ ജനനം പ്രവചനമായിരുന്നെങ്കിൽ യേശുവിൻ്റെ ജീവിതവും പ്രവചനത്തിലൂടെ ആയിരുന്നു. യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ജീവിതവും പ്രവചനമായിരുന്നെങ്കിൽ യേശുവിൻ്റെ മരണവും പ്രവചനമായിരുന്നു. യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ ശുശ്രൂഷയും യേശുവിൻ്റെ മരണവും പ്രവചനമായിരുന്നെങ്കിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും പ്രവചനമായിരുന്നു. ഇത് മുഴുവൻ പ്രവചനമായിരുന്നെങ്കിൽ കർത്താവിൻ്റെ മടങ്ങി വരവും പ്രവചനമാണ്. ഇനിയും അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
അപ്പം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം ഓൾറെഡി അപ്പോയിൻ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ എപ്പോഴൊക്കെ ചിന്തിക്കാൻ, ദൈവമേ ആരും എന്നോടൊരു ദൂത് പറയുന്നില്ലല്ലോ, എനിക്കൊരു ദൂത് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മാറിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ വെളിപ്പാട് കിട്ടിയപ്പോഴാണ്. സ്തോത്രം. ആരും പറഞ്ഞില്ലെങ്കിലും എൻ്റെ പൊന്നു പ്രിയരെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന സ്വർഗത്തിൽ സ്ഥിരമാണ്. സങ്കടം മാറാൻ വേണ്ടി ഒരു സ്തോത്രം പറഞ്ഞു. സ്തോത്രം. പണ്ട് ഞാൻ ഇതൊക്കെ എൻ്റെ അറിവില്ലായ്മയുടെ കാര്യത്തിലൊക്കെ ഞാൻ ഒത്തിരി കിടന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം. ഒരു മീറ്റിങ്ങിന് ചെന്നപ്പം എൻ്റെ അടുത്തും എൻ്റെ വലത്തും എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോടെല്ലാം തലയെ കൈവച്ച് ആട്ടി ആമേൻ തുപ്പി അങ്ങ് ദൂത് പറയുക. സ്തോത്രം. പക്ഷേ എന്നോട് മാത്രം എന്ത് ചെയ്യുന്നില്ല, ഒരു ദൂത് പോലും പറഞ്ഞു. അപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, എൻ്റെ കർത്താവേ, ദൈവത്തിന് എന്നെ വേണ്ടായൊന്നുമല്ല, പക്ഷെ ജീവിതത്തിൻ്റെ വഴികൾ, ശുശ്രൂഷയുടെ മേഖലകൾ ദൈവം ഇങ്ങനെ കൈപിടിച്ച് മുമ്പോട്ട് നടത്തുമ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പ്രവാചകൻ ദൂത് പറഞ്ഞില്ലെങ്കിലും ഒരു വ്യക്തിയും ആലോചന പറഞ്ഞില്ലെങ്കിലും സ്ഥിരനിർണയത്തിനകത്ത് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴികളുണ്ട്. അത് ആർക്കും തകിടം മറിക്കാനൊക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആരും പ്രവചിക്കാനില്ലെങ്കിലും ആരും ദൂത് പറയാനില്ലെങ്കിലും പത്മോസിൻ്റെ ഏകാന്തതയിലും ഒറ്റ മനുഷ്യൻ ദൂത് പറയാനില്ല. പക്ഷേ യോഹന്നാന് വേണ്ടി വെളിപ്പെട്ടു വന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? യോസഫേ, സ്വപ്നം ദൈവം നിനക്ക് തന്നെന്നുള്ളത് സത്യമാ, പക്ഷേ പൊട്ടക്കിണർ ഒരു പ്രവാചകന്റെ ഹൃദയത്തിൽ വന്നില്ല. അമ്മൻ യോസഫേ, സ്വപ്നം നിനക്ക് തന്നെന്നുള്ളത് സത്യമാ, പക്ഷെ നീ പൊത്തിപ്പറിന്റെ വീട്ടിൽ ചതിക്കപ്പെടുമെന്നുള്ള ദൂതാരും പറഞ്ഞില്ല. പക്ഷെ അതിൻ്റെ നടുവിലും നിന്നോട് കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് അല്പസമയം കർത്താവിനെ സ്തുതിച്ച് പറ, ആരും എന്നോട് പ്രവചിച്ചില്ലെങ്കിലും, ആരും എന്നോട് ദൂത് പറഞ്ഞില്ലെങ്കിലും, ആരും എനിക്ക് ആലോചന പറഞ്ഞു തരാനില്ലെങ്കിലും, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ ജനനത്തിനു മുൻപ്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ്, എൻ്റെ മരണം വരെ, അല്ല ഞാൻ കർത്താവിൻ്റെ വരവ് വരെ എനിക്കുള്ളത് മുഴുവൻ എൻ്റെ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രത്യാശ അകത്ത് വ്യാപരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഓരോ പദ്ധതികളെയും പുറകിൽ ദൈവത്തിൻ്റെ സ്തോത്രം ആമേൻ പദ്ധതി, ആമേൻ ഓരോ വിടുതലിൻ്റെയും പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. ഞാൻ ഇതിൻ്റെ കണക്ക് നോക്കിയപ്പോൾ ഈ പ്രവചനങ്ങളും ആമേൻ സ്തോത്രം കർത്താവിൻ്റെ പ്രവൃത്തിയും തമ്മിൽ ഏതാണ്ട് 1000 വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. അതിനകത്ത് 400 വർഷം സ്തോത്രം ഇരുണ്ട കാലഘട്ടം, ആമേൻ ആമേൻ മലാഖി മുതൽ മത്തായി വരെയുള്ള ആമേൻ സ്തോത്രം കാലഘട്ടം എന്ന് പറഞ്ഞാൽ 400 വർഷം ഇരുണ്ട കാലഘട്ടം. ഒരു ആലോചനയും ഇല്ല, ഒരു ദൂതുമില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ദൂത് അതിൻ്റെ റൈറ്റ് ടൈമായപ്പോൾ വെളിപ്പെട്ടു വന്നു. ആരും തടഞ്ഞില്ല. ആമേൻ തടയാൻ ശ്രമിച്ചവരൊക്കെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഈ 8-ാം ദിവസവും ഞാൻ ആത്മാവിൽ ധൈര്യത്തോടെ നിങ്ങളോട് വിളിച്ചു പറയാ, ഒരു പിശാചിനും തടയാൻ പറ്റത്തില്ല നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2 വർഷമോ? സത്യം പറ, ഉള്ളത് പറ. 60 വർഷമായിട്ട് കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 100 വർഷമായിട്ട്? പക്ഷെ ഈ പ്രവചനം നിവർത്തിക്കപ്പെടാൻ 100 കണക്കിന് വർഷങ്ങൾ കാലതാമസം വന്നു. അത്രയും വന്നിട്ടും അത് ഡീആക്ടിവേറ്റ് ആയി പോയില്ല. രാമൻ പറയുന്ന രാത്രി അത്രയും വർഷങ്ങൾ കാത്തിരുന്നിട്ടും അതിൻ്റെ ശക്തി കുറഞ്ഞില്ല. അത്രയും വർഷങ്ങൾ കാലതാമസം വന്നിട്ടും അതിൻ്റെ അർത്ഥത്തിന് കുറവ് വന്നില്ല. അത്രയും വർഷങ്ങൾ കാലതാമസം വന്നിട്ടും അതിനൊരു ആമേൻ സ്തോത്രം തുടക്കക്കാരനെ വേണ്ടായിരുന്നു. സ്വർഗം തന്നെ അത് കൈകാര്യം ചെയ്തെങ്കിൽ ഇന്ന് രാത്രി എത്ര വർഷമാണെന്ന് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ പദ്ധതി പഴയ നിയമ പ്രവചനമാണ്. സ്തോത്രം. രണ്ടാമത്തെ സ്തോത്രം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും പുറകിൽ ഉദ്ദേശം, രണ്ടാമത്തേത് എഴുതിക്കൂ, ദൈവരാജ്യം, ദൈവത്വം വെളിപ്പെടുത്താൻ. സ്തോത്രം. ടു റിവീൽ the kingdom of God, to reveal the divine authority over humans. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം ദൈവിക അധികാരം വെളിപ്പെടുത്താൻ, ദൈവരാജ്യം വെളിപ്പെടുത്താനാണ് സ്തോത്രം ആമേൻ അത്ഭുതങ്ങൾ ദൈവം ചെയ്തത്. യേശുവിൻ്റെ ഓരോ അത്ഭുതങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ദൈവരാജ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. മറഞ്ഞു കിടന്നൊരു സത്യമാണ് ദൈവരാജ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. 37 അത്ഭുതങ്ങളിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. കണ്ണില്ലാത്തവന് കണ്ണ് കൊടുക്കുന്നു,
കൂനുള്ളവന് കൂന് മാറ്റുന്നു, കുഷ്ഠമുള്ളവൻ്റെ കുഷ്ഠം മാറ്റുന്നു, ഭൂതമുള്ളവരുടെ ഭൂതത്തെ പുറത്താക്കുന്നു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം ദൈവം ചെയ്തത് ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ. ദൈവരാജ്യമുണ്ട്, അങ്ങനെ ഒരു സംവിധാനമുണ്ട്, അങ്ങനെ ഒരു ജീവിതമുണ്ടെന്ന് വെളിപ്പെടുത്താൻ. അതാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അടുത്ത വാക്ക്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയും ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും, അടുത്ത വാക്ക് പറഞ്ഞേ, പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്ന് അവൻ കൽപ്പിച്ചു. ഈ ഭൂമിയിൽ നടത്തിയ ഓരോ അത്ഭുതങ്ങളും നാളെ വെളിപ്പെടാൻ പോകുന്ന നിത്യമായ വിടുതലിൻ്റെ മുന്നോടിയായിരുന്നു. അവിടെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. യേശു ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങൾ അനുഭവിച്ചവർ മുഴുവൻ പിന്നെയും കരഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഉയർത്ത ലാസർ പിന്നെ മരിച്ചില്ലേ? മരിച്ചു. അന്നേരം അവർ കരഞ്ഞില്ലേ? കരഞ്ഞു. ആദ്യത്തെ കണ്ണുനീര് തുടച്ചില്ലേ ദൈവം? തുടച്ചു. പിന്നെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു. പിന്നെ അവിടെ എന്തോ വീട്ടിലുണ്ടായി? കരച്ചിലുണ്ടായി. അപ്പൊ ഇതെല്ലാം ഒരു സാമ്പിളാ. എന്തിനു വേണ്ടിയാ? നിത്യമായൊരു ഉയർപ്പുണ്ട്, നിത്യമായൊരു വിടുതലുണ്ട്, നിത്യമായ രോഗശാന്തിയുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? രോഗത്തിന് തൊടാൻ കഴിയാത്തൊരു ശരീരം, പിശാചിന് ബാധിക്കാൻ കഴിയാത്തൊരു ശരീരം, മരണത്തിന് തൊടാൻ കഴിയാത്തൊരു ജീവിതം, ആ ഒരു പ്രത്യാശയിലേക്ക്, ആ ഒരു നിത്യജീവനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു യേശുവിൻ്റെ അത്ഭുതങ്ങൾ മുഴുവൻ. അതാ ഞാൻ പറഞ്ഞത്, അത്ഭുതങ്ങളുടെ പുറകിൽ, അല്ലെങ്കിൽ ഇന്ന് സഭയിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ പുറകിലെ രണ്ടാമത്തെ ഉദ്ദേശം, ടു റിവീൽ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദൈവാധിപത്യം, നിത്യതയുടെ ഒരു വെളിപ്പാട്. ഇന്ന് രാത്രി അത് നമ്മുടെ മനസ്സിലാക്കിക്കോണം. ഈ ഭൂമിയിൽ നടന്ന ഓരോ അത്ഭുതങ്ങളും, അല്ലെ ഇന്ന് നടക്കുന്ന, നാളെ നടക്കാൻ പോകുന്ന, ഇന്ന് നമ്മൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാളെയും അടുത്ത പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും പ്രാർത്ഥിക്കും. ഇന്നൊരു കൈവേദന മാറിയാൽ നാളെ എന്തോ വരും? അടുത്ത കാലുവേദന വരും. ഇന്ന് 2 കാര്യം മാറിയാൽ അടുത്ത ദിവസം തലവേദന വരും. ഇങ്ങനെ മാറി മാറി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രശ്നരഹിതമായൊരു ജീവിതമല്ല. ഇതെല്ലാം ഇങ്ങനെ വന്നു പോകും. പക്ഷെ ഒരു കാര്യം, ഒരു ദിവസം ഇതിൻ്റെ എല്ലാം പൂർണ്ണത പ്രാപിക്കുന്ന ഒരു അനുഭവം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതാണ് രണ്ടാമത്തെ ഉദ്ദേശം. ഒന്നാമത്തെ എന്തായിരുന്നു? പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തി. 2, ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവശക്തി വെളിപ്പെടുത്താൻ, ദൈവത്വം വെളിപ്പെടുത്താൻ. 3, ദൈവിക സന്ദേശത്തെ ഉറപ്പിക്കുക. ആമേൻ, സ്തോത്രം. ടു കൺഫേം എ മെസ്സേജ്. ദൈവവചനത്തിലൂടെ ദൈവിക അരുളപ്പാടുകളെ കേട്ടുപോകുന്നവരെയല്ല, അത് വിശ്വസിക്കുന്നവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വിശ്വസിക്കാൻ, ആ മെസ്സേജ് കൺഫേം ചെയ്യാൻ ദൈവം എന്ത് ചെയ്യുമായിരുന്നു? അത്ഭുതങ്ങളെ ചെയ്യുമായിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഈ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഒരു മൂളലിനകത്തു പോലും അർത്ഥമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളിലും, ദൈവം സഭയിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പുറകിൽ പദ്ധതിയുണ്ട്. സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 14-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇക്യോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മെസ്സേജ് കൊടുത്തു, സന്ദേശമായിരുന്നു. വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന്
അടയാളങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണേ, അവിടെ ഒന്ന് രണ്ട് വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ ആ ഒരു പ്രോസസ്സ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മേളി വായിച്ചത് എന്താ? വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചതേ ഉള്ളൂ, പക്ഷെ അടയാളങ്ങളൊന്നും അവിടെ. അടുത്ത വാക്ക്, വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരെ നേരെ ഇളക്കി. മൂന്നാമത്തെ വാക്ക്, എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. ഈ പാർത്ത കാലം മൊത്തം കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അതുവരെ ഒന്നും നടന്നിട്ടില്ല. വളരെ കാലം പ്രസംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സമയം അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. ആരാ സാക്ഷി നിന്നേ? സ്വർഗത്തിലെ ദൈവം. അടുത്തത്, അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. തുടർമാനമായ മെസ്സേജ് കേൾക്കുക. ദൈവം നല്ലവരാണെന്ന് തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുക. കുറെ നാളായി, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. വളരെ നാളായി പ്രസംഗമാണ്. വിശ്വസിക്കണമെന്നാണ് പ്രസംഗിക്കുന്നത്. ആമേൻ. ഒത്തുവാക്യമൊക്കെ വെച്ച് നല്ല രീതിയിലാണ് വിശ്വസിക്കത്തക്കവണ്ണമാണ് എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തെറ്റാണെന്ന് കണ്ണിക്കാൻ പറ്റാത്ത വിധത്തിൽ നല്ലവണ്ണമാണ് പ്രസംഗിക്കുന്നത്. അപ്പം പ്രസംഗം മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ ചില നാളുകൾ ആ പ്രസംഗം തുടർന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ലെന്നും പറഞ്ഞ് അവർ മടങ്ങിയില്ല. രാമൻ പറഞ്ഞേ, ഇത്രയും പ്രസംഗിച്ചിട്ട് ഒരു കാര്യവും വീര്യപ്രവൃത്തികളും അത്ഭുതവും കാണുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ അവർ ആ മീറ്റിംഗ് നിർത്തിയില്ല, ആ കൂടിവരവ് നിർത്തിയില്ല. ഒരു ദിവസം അവിടെ എഴുതിയിരിക്കുന്നു, അവൻ എന്താ എഴുതിയിരിക്കുന്നേ? അവൻ തൻ്റെ കൃപയുടെ വചനത്തിന്. അങ്ങനൊരു ദിവസം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് എത്ര പേരുണ്ട്? വർഷങ്ങളായിട്ട് നീ കേൾക്കുന്ന വചനം, വർഷങ്ങളായിട്ട് നീ അനുഭവിക്കുന്ന ദൈവിക ആലോചനകൾ, ഇന്ന് രാത്രി ഞാൻ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, ഒരു ദിവസം നീ കേട്ട വചനത്തിന് എൻ്റെ ദൈവം സാക്ഷ്യം നിൽക്കും. സാക്ഷ്യം നിൽക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത് എഴുതിയിരിക്കുന്നു, അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആമേൻ ഉണ്ടാകുവാൻ വരം നൽകി. വിശ്വസിച്ചൊരു ആമേൻ പറ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നുണ്ട്. സ്തോത്രം. എത്രയോ നാളായിട്ട് ഞാൻ ഈ വചനം കേൾക്കുക, ഏതെല്ലാം ദൈവദാസന്മാരോട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഇതുവരെയും ഒരു അത്ഭുതവും ഒരു അടയാളവും ആമേൻ ദൂതുകളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, പക്ഷെ ഞാൻ അതുപോലെ കാണുന്നില്ലല്ലോ എന്നുള്ള ചിന്തയിൽ നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിന് തണുപ്പ് നൽകിക്കൊണ്ട് പറയുകയാ, ഒരു ദിവസം നീ കേട്ട വചനത്തിന് എൻ്റെ സ്വർഗം സാക്ഷി നിൽക്കും. ഒരു ദിവസം നീ കേട്ട വചനത്തിന് എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീ കാണും. അപ്പൊ സന്ദേശം ഉറപ്പിക്കാൻ, കേട്ട ദൈവിക ആലോചനകൾ ഉറപ്പിക്കാൻ ദൈവം അത്ഭുതം ചെയ്യും. അല്ലാതെ ചുമ്മാ വഴിയെ പോവുകയും വരികയും ചെയ്യുന്നതിനടുത്തൊന്നും പുറത്ത് എന്ത് ചെയ്യത്തില്ല. അതിനൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ, വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പോൾ മൂന്നാമത്തെ ഉദ്ദേശം മറക്കരുത്, എന്താ? സന്ദേശത്തെ ഉറപ്പിക്കുക. ടു കൺഫേം എ മെസ്സേജ്. ഓരോ അത്ഭുതത്തിൻ്റെ പുറകിൽ അതാണ്. സ്തോത്രം. ആമേൻ. ചില അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. എന്താ? മാനസാന്തരത്തിന് വേണ്ടിയാണ്. ദൈവത്തിങ്കലേക്കുള്ള മടങ്ങി വരവിന് വേണ്ടി അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. ആമേൻ. അപ്പം മൂന്നാമത്തേത് സന്ദേശത്തെ ഉറപ്പിക്കാനാണെങ്കിൽ, നാലാമത്തേത് സന്ദേശകനെ ഉറപ്പിക്കാൻ. ടു കൺഫേം ദ മെസ്സഞ്ചർ. മെസ്സഞ്ചറിന് വേണ്ട വിടുതൽ? അതോ കേൾക്കുന്നവർക്ക് മാത്രം മതിയോ? സ്തോത്രം. ടു കൺഫേം, നീ പറയുന്ന വചനം നിനക്കൂടുള്ളതാണെന്ന്, നീ ഒരു ദൈവപൈതലാണെന്ന്, നീ ഒരു ദൈവിക നിയോഗത്തിൽ നിൽക്കുന്നവനാണെന്ന് തെളിയിക്കും ദൈവം. രാമൻ പറഞ്ഞേ, 1 രാജാക്കന്മാർ
18-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ 18:22. ഫസ്റ്റ് കിങ്സ് 18:22. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ആ ശേഷിച്ചിരിക്കുന്നുള്ളൂ. വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോണം. യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രം ശേഷിക്കുന്നു. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സൈഡിൽ ഏലിയാവ് മാത്രം, മറുഭാഗത്ത് 450 പ്രവാചകന്മാർ. അവിടെ വിളിച്ചു പറയുന്ന ആ പദം കണ്ടോ? യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രം. പറഞ്ഞേ, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രം. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചേ. ഒരു ദൈവ പൈതലായി ഈ ലോകത്ത് ഞാൻ മാത്രമെന്ന് പറ. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവിശ്വാസികളുടെ മുമ്പിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവൻ ഞാനാണെന്ന് വിളിച്ചു പറയണം ഇന്ന് രാത്രി. ഹല്ലേലൂയ. നമ്മളെ കളിയാക്കുന്നവരുടെ മുമ്പിൽ, നമ്മുടെ ആരാധനയെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ, ആമേൻ, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ പറയണം, സകല ലോകവും എൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ആമേൻ കൂട്ടത്തോടെ നിന്നാലും അവരുടെ മുമ്പിൽ ഒറ്റയ്ക്ക് ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയും, ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവനാണ്, ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവളാണെന്ന് പറയാൻ നമ്മുടെ അകത്തൊരു തൻ്റെ ഇടമുണ്ടാകണം ഇന്ന് രാത്രി. ഇനി 36 മുതൽ വായിച്ചോ. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്നു അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും. ഇടയിലുള്ള ഭാഗങ്ങൾ നമുക്കറിയാം. അവരെന്ത് ചെയ്തു? ബാലിന്റെ പ്രവാചകന്മാർ യാഗപീഠമെല്ലാം ഉണ്ടാക്കി, ബാലി എഴുന്നേൽക്കുക, ഉണരുക എന്ന് ഉച്ചവരെ അവര് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരു അനക്കവുമില്ല. ഉച്ചവരെ ആയപ്പം സ്തോത്രം, ഏലിയാവും അപ്പോസ്തലൻ പറഞ്ഞൊരു പദമുണ്ട്, ഏലിയാവും നമുക്ക് സമസ്വഭാവമുള്ള അല്ലയോ. അവിടെ ഉച്ചവരെയായപ്പോൾ ഏലിയാവ് എഴുന്നേറ്റിട്ട് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ എഴുതിയിരിക്കുന്നേ. അതുവരെ മിണ്ടാതിരുന്നു. ഏലിയാവിന് മനസ്സിലായി ഇത് ചുമ്മാതെ മണ്ടം പരിപാടിയാ. ഏലിയാവ് എഴുന്നേറ്റിട്ട് എന്തോ ചെയ്യാൻ തുടങ്ങി? ഉറക്ക വിളിക്കുക, ടൂറ് പോയേക്കുമായിരിക്കും, ഉറങ്ങുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞേച്ച് സ്തോത്രം ഏലിയാവിൻ്റെ പരിപാടി തുടങ്ങി. സ്തോത്രം. അവിടെ ഒരു പദമാണ്, അതാ എൻ്റെ മനസ്സിലോട്ട് വന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറി. അവിടെ ഇവരെന്തോ എന്നറിയാവോ, അവർക്ക് ബാലിൽ നിന്ന് മറുപടി കിട്ടാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചു. അവർ സ്വന്തം ദേഹം വരെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മേളിൽ 1-2 വാക്കുകളൊന്ന് വായിച്ചേ. 34 മുതലൊന്ന് വായിച്ചേ. രണ്ടാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവീൻ എന്നവൻ പറഞ്ഞു. അവർ രണ്ടാം പ്രാവശ്യം അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ. 30. അപ്പോൾ ഏലിയാവ് എന്റെ 29 മേലോട്ട് പോട്ടെ. 28. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്ക വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങിയാകുന്നു, അവനെ ഉണർത്തണമെന്ന് പറഞ്ഞു. അവർ ഉറക്ക വിളിച്ചു, പതിവ് പോലെ രക്തമൊഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. സ്തോത്രം. ഈ സ്വന്തം ശരീരം ഉപദ്രവിക്കുന്നതിൻ്റെ പുറകിലത്തെ വ്യാപാരം ഇതാ കേട്ടോ. സ്വന്തം ശരീരത്തെ വികൃതമാക്കുന്നതിൻ്റെ പുറകിലും വ്യാപരിക്കുന്നത് ബാലിൻ്റെ വ്യാപാരമാണ്. സ്തോത്രം. നമ്മളിപ്പോൾ കാണുന്നില്ലേ, സ്വന്തം തലയടിച്ച് പൊട്ടിക്കുക, തീക്കകത്തൂടെ ചാടുക, ഇതെല്ലാം അന്ധകാര ശക്തികളാണ്. നമ്മുടെ അകത്ത് വ്യാപരിച്ച് വെളിച്ചമോർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. സ്തോത്രം. അപ്പം ഇതെല്ലാ പ്രകടനങ്ങളും കഴിഞ്ഞപ്പോൾ ഏലിയാവ് തൻ്റെ അടുക്കിലേക്ക് ആളെ വിളിക്കുക. വായിച്ചോ. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു വന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേൽ. നിർത്തി ശ്രദ്ധിച്ചു വായിക്കേണ്ട ഒരു ഭാഗമാണ്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും, അതാ വിഷയം, ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും നിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ചെയ്തതെന്ന് വെളിപ്പെട്ടു വരണം. സന്ദേശകനെ
ഉറപ്പിക്കുന്ന അത്ഭുതം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കുടുംബത്തിൽ, ദേശത്തിൽ, നീ ജോലി ചെയ്യുന്ന മേഖലകളിൽ നീ ആരാണെന്ന് ദൈവം തെളിയിക്കുന്ന ദൈവമാ. എത്ര പേർക്ക് ഇന്ന് രാത്രി രാമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മാത്രമാണ് ദൈവമെന്ന്. അവിടെ അങ്ങനെയാണ് ശരിക്കും അതിൻ്റെ പരിഭാഷ. യു ആർ ദി ഓൺലി ലിവിങ് ഗോഡ്. ആമേൻ. ബാലല്ല, നീയാണ് ദൈവമെന്നും അതുമാത്രമല്ല ഞാൻ നിന്റെ ദാസനാണെന്നും ഈ പരിപാടി മുഴുവൻ ഞാൻ ഉണ്ടാക്കിയത് നിന്റെ കൽപ്പന പ്രകാരമാണെന്നും വെളിപ്പെട്ടു വരുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ അങ്ങനെ നീ പ്രാർത്ഥിക്കണം. നിന്റെ ചാർച്ചക്കാരുടെ നടുവിൽ അങ്ങനെ നീ പ്രാർത്ഥിക്കണം. എന്തിനാ വേർപെട്ട എന്ന് ചോദിക്കുന്നവരോട്, എന്തിനാ സ്നാനപ്പെട്ട എന്ന് ചോദിക്കുന്നവരോട്, എന്തിനാ കൈയടിച്ച് ആരാധിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് വിളിച്ചു പറയണം, ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ആ ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ. ഈ ചെയ്തതൊക്കെ അവിടുത്തെ കൽപ്പന പ്രകാരമാണെന്ന് വെളിപ്പെട്ടു വരണം. അടുത്ത വാക്യം, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ, നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും പറ്റിച്ചു കളഞ്ഞു. ആ ഇറക്കം ഒരു ഒന്നൊന്നര ഇറക്കമായിരുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നീ ദൈവത്തിനു വേണ്ടി നിന്നാൽ ഏതു വലിയ ആഭിചാരകൻ്റെ നടുവിലും, ഏതു വലിയ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവൻ്റെ നടുവിലും, ഏതു വലിയ പ്രവാചകന്മാർ നിനക്കെതിരെ നിന്നാലും നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളുന്ന അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഉടനെ സ്വർഗത്തിൽ നിന്ന്, അല്ലേ, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളം വരെ വറ്റിച്ചു കളഞ്ഞു. വെള്ളം വറ്റണമെങ്കിൽ നിശ്ചയമായും അവിടുത്തെ മണ്ണുൾപ്പെടെ കരിഞ്ഞു കാണും. സ്വർഗത്തിലെ തീയുടെ പ്രത്യേകതയാണ് കേട്ടോ. ഇന്ന് രാത്രി നിന്റെ മേലും വ്യാപരിക്കുന്നത് ഇതുപോലെയുള്ള തീയാ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ബന്ധനത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈ തീയ്. ശിംശോന്റെ മേൽ കെട്ടിയ പുതിയ കയറ് ആത്മാവിൻ്റെ തീ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ചണനൂല് പോലെ കരിഞ്ഞുപോയി. ഇത്രയ്ക്ക് പവർഫുള്ളാ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെങ്കിൽ ഇന്ന് രാത്രി നിന്നെ പ്രൂവ് ചെയ്യാൻ, നിന്റെ ജീവിതത്തിൽ നീ ഒരു ദൈവ പൈതലാണെന്ന് പ്രൂവ് ചെയ്യാൻ ദൈവം അത്ഭുതം ചെയ്യും. അപ്പോൾ നാലാമത്തെ സ്തോത്രം ഉദ്ദേശം സന്ദേശകനെ ഉറപ്പിക്കും. നീ ദൈവമാണ്, ഞാൻ നിന്റെ ദാസനാണ്. അഞ്ചാമത്തേതോടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അഞ്ചാമത്തേത് വിശ്വാസം ഉറപ്പിക്കാൻ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, വിശ്വാസം ഉറപ്പിക്കാൻ. യോഹന്നാന്റെ സുവിശേഷം 11:41 മുതൽ 45 വരെയുള്ള വാക്യങ്ങളോട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 11:41 മുതൽ 45 വരെ. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അത് ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. അപ്പോ അത്ഭുതങ്ങളുടെ പുറകിൽ അഞ്ചാമത്തെ ഉദ്ദേശം എന്തിനാ? നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ. ഒന്നെന്തായിരുന്നു? പഴയ നിയമ പ്രവചനങ്ങളെ നിവർത്തിക്കാൻ. 2, ദൈവരാജ്യം, ദൈവശക്തി, ദൈവാധികാരം, ഭാവിയുടെ ഉറപ്പ്. 3, ദൈവിക സന്ദേശത്തെ ഉറപ്പിക്കുക. 4, സന്ദേശകനെ ഉറപ്പിക്കുക. 5, വിശ്വാസം ഉറപ്പിക്കുക. കണ്ണുകളടച്ചാട്ടെ.